ലോകകപ്പിൽ നിന്ന് 3 വാചാല ചിത്രങ്ങൾ. ചില ചിത്രങ്ങൾ ചരിത്രത്തിലേക്കുള്ളതാണ്, ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഫിഫ ലോകകപ്പ് അവസാനിച്ചപ്പോൾ ബാക്കിയായത് കുറേ ഉജ്ജ്വല നിമിഷങ്ങളും ഒപ്പം അന്യായത്തിൻ്റെ സന്ദർഭങ്ങളും പിന്നെ കഥ പറയുന്ന ഫോട്ടോകളും. ഇതാ ഈ ഫോട്ടോ പോലെ. 2026 ജൂലൈ 19 ലോകമെങ്ങും ആഘോഷിക്കപ്പെട്ട ഫോട്ടോ. ഇത് 2007 ജൂലൈ 19 എടുത്തതാണ്. അതെ, ഇയാൾ ലിയണൽ മെസ്സി. അന്ന് 6 മാസം പ്രായമുണ്ടായിരുന്ന ലമീൻ യമാൽ എന്ന കുഞ്ഞിനെ അദ്ദേഹം കുളിപ്പിക്കുന്നതാണ് രംഗം. 2006 ലോകകപ്പിൽ ലോകശ്രദ്ധ നേടിയിരുന്ന മെസ്സിക്ക് അന്ന് 19 വയസ്സ്. യൂണിസെഫിൻ്റെ പ്രചാരണ പരിപാടിക്ക് എത്തിയതാണ്. പരിപാടിയിൽ നറുക്ക് വീണ കുടുംബത്തിലെ ശിശുവാണ് അന്ന് ലമീൻ. 19 വർഷം കഴിഞ്ഞ് ആ ശിശു വളർന്ന് മെസ്സി മുൻപ് ഇട്ടിരുന്ന 19-ാം നമ്പർ ജേഴ്സി ഇട്ട് ഇതേ മെസ്സിയോട് ജൂലൈ 19 ഏറ്റുമുട്ടി. ഇത്ര കൃത്യമായ ഒത്തുവരവ് സംശയാസ്പദമെന്ന് പറഞ്ഞ് ചിലർ ചോദിച്ചു, അന്നത്തെ ആ കുളിപ്പിക്കൽ ഫോട്ടോ ശരിക്കും സത്യമോ അതോ AI നിർമ്മിതിയോ? യൂണിസെഫ് പഴയ ഫയൽ പരതി അത് സത്യം തന്നെ എന്ന് സ്ഥിരീകരിച്ചു. അന്ന് രംഗം വീഡിയോയിൽ പകർത്തിയ AP-യുടെ ജോൺ മോൺഫർട്ടും അത് ഓർത്തെടുത്തു. Los astros se juntan cuando Lamine se encuentra con Messi, pero no con el Messi de entonces, sino cuando aparece el Messi de ahora, 17 años después, junto con la promesa que promete ser Lamine Yamal. 19 വയസ്സ്, 19-ാം തീയതി, 19-ാം നമ്പർ ജേഴ്സി എന്നീ ഒത്തുവരവുകൾ ആ ഫോട്ടോയെ പ്രസിദ്ധമാക്കി. മെസ്സി തന്നെ അന്നത്തെ പരിപാടി അനുസ്മരിച്ചു. ഒരു അൽ ജസീറ റിപ്പോർട്ട്. De conseguir algo histórico, el cual nosotros intentaremos dar el máximo para que no sea esta vez. Y nada, desearle lo mejor. La verdad que esa foto es una locura porque bueno, es la vida, ¿no? ഈ 19 വർഷങ്ങൾക്കിടയിൽ മെസ്സി ഒരു തവണ ലോകകപ്പ് നേടി. കാൽപന്തിലെ ലോക ജേതാവായി. സ്പെയിനിലെ ലമീൻ യമാൽ എന്ന ആ ശിശു ഇക്കൊല്ലം 19-ാം വയസ്സിൽ ലോകകപ്പ് കളിക്കാനെത്തി. ദരിദ്ര കുടുംബത്തിൽ ജനനം, കഷ്ടപ്പാടിൽ വളർന്ന് മെസ്സിയെയും മറ്റും മാതൃകയാക്കി ക്ലബ്ബുകളിലൂടെ ഉയർന്നു. യൂറോപ്യൻ കപ്പ് നേടി സ്പെയിനിൻ്റെ ലോകകപ്പ് ടീമിലെത്തി. ലോകകപ്പ് ഫൈനലിൽ അന്നത്തെ 19-കാരനും ഇന്നത്തെ 19-കാരനും എതിർ ടീമുകളിലായി ഏറ്റുമുട്ടി. എക്സ്ട്രാ ടൈമിലെ ഒരു ഗോളിന് സ്പെയിൻ ജയിച്ചു, അർജന്റീന തോറ്റു. മെസ്സി തോറ്റു, ലമീൻ യമാൽ ജയിച്ചു. 2006 ആ ഫോട്ടോയിലെ ഒരാൾ തോറ്റല്ലേ പറ്റൂ. നിരാശനായി ഗ്രൗണ്ടിലിരിക്കുന്ന മെസ്സിയെ ആശ്വസിപ്പിക്കാൻ ലമീൻ ചെല്ലുന്നതാണ് പുതിയ ഫോട്ടോ. മെസ്സി എഴുന്നേൽക്കുന്നു, അവർ കെട്ടിപ്പിടിക്കുന്നു. You both go out your way and the vibe is feeling stronger. With small turn to a friendship, a friendship turn to a bond. That bond will never be broken, the love will never be lost. And when brotherhood come first, and that line will never be crossed. Established it on our own when that line had to be drawn. And that line is what we read, so we'll never be put upon. ഈ ചിത്രം നമ്മോട് പറയുന്നത് ഒരു തലമുറ കൈമാറ്റത്തെ പറ്റിയാണ്. ആ പഴയ കുളിപ്പിക്കൽ ചിത്രത്തിൻ്റെ അപ്ഡേറ്റ്. ഇനി രണ്ടാമത്തെ ഫോട്ടോ. ആഘോഷത്തിൻ്റെ ചിത്രമാണത്. ഒപ്പം അമേരിക്കൻ ഭരണാധികാരിയുടെ വിവരക്കേടിൻ്റെയും. ദ ഗാർഡിയൻ പത്രത്തിൽ വന്ന ഈ ഫോട്ടോയിൽ സ്പെയിൻ ടീമിൻ്റെ വിജയം ആഘോഷിക്കുന്ന 2 പ്രസിഡന്റുമാരെ കാണാം. US പ്രസിഡന്റ് ട്രംപും ഫിഫ പ്രസിഡന്റ് ഇൻഫന്റിനോയും. ടീമിന് ട്രോഫി കൊടുക്കാനിറങ്ങിയതാണ് ഇവർ. ട്രോഫി കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്ഥലം വിടണം. അരങ്ങ് പിന്നെ ജയിച്ച ടീമിന് മാത്രം. അവരാണല്ലോ ഹീറോകൾ. പക്ഷെ അവിടെയും വാർത്തയായത് ടീമല്ല, ട്രംപാണ്. അതും
മര്യാദകേട് കാട്ടിക്കൊണ്ട്. ക്യാമറ ജീവി എന്നൊരു പ്രയോഗമുണ്ടല്ലോ ഇങ്ങ് ഇന്ത്യയിൽ. ക്യാമറ കണ്ടാൽ പിന്നെ ഒഴിഞ്ഞു പോകാൻ കഴിയാത്ത മനുഷ്യജീവികൾ. അതിൽപ്പെടുന്നു ട്രംപും. മാധ്യമങ്ങൾ പിന്നെ പറഞ്ഞത് വിജയിച്ച ടീമിനെ പറ്റി മാത്രമല്ല, അവർക്കായി അരങ്ങൊഴിഞ്ഞു കൊടുക്കാതെ ക്യാമറയിൽ ഇടം പിടിക്കാൻ ആവും വിധം ശ്രമിച്ച ട്രംപിനെ പറ്റിയും അവർക്ക് ഏറെ പറയാനുണ്ടായി. സ്പെയിൻ ടീമിന് ട്രോഫി കൈമാറിയ ശേഷം ട്രംപ് സ്റ്റേജിൽ തന്നെ അവർക്കൊപ്പം അവരിൽ ഒരാളായി ഫോട്ടോക്ക് പോസ് ചെയ്യാനായി തങ്ങി നിന്നത് കണ്ടപ്പോൾ ഇൻഫന്റിനോ ഓടിച്ചെന്ന് ട്രംപിനെ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു. ആദ്യം മടിച്ച ട്രംപ് മനമില്ലാ മനസ്സോടെ മാറിക്കൊടുത്തു. അപ്പോഴത്തെ ആ ചിത്രമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ട്രംപിൻ്റെ കളി പല ആംഗിളുകളിലായി പലരും ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. ഈ ദൃശ്യത്തിൽ സ്പെയിൻ കളിക്കാർ ട്രംപ് ഒഴിഞ്ഞു പോകാൻ കാത്തു നിൽക്കുന്നത് കാണാം. ട്രംപ് മാറുന്നില്ലെന്ന് കണ്ട് അവർ ആഘോഷം തുടങ്ങാമെന്ന് വെച്ചപ്പോഴേക്കും അതാ ഓടി വരുന്നു ഇൻഫന്റിനോ. ഏതായാലും ഒഴിഞ്ഞു പോകാത്ത ട്രംപിനെ അവഗണിച്ച് സ്പെയിൻ ടീം ആഘോഷം തുടങ്ങിയ ശേഷമാണ് ട്രംപ് ഇൻഫന്റിനോക്കൊപ്പം സ്ഥലം വിട്ടത്. Spain have won the World Cup. സ്റ്റേഡിയത്തിലാകട്ടെ ട്രംപിൻ്റെ പേര് അനൗൺസ് ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖം സ്ക്രീനിൽ വരുമ്പോഴും കൂവലായിരുന്നു. ലോകകപ്പ് ഫൈനലിൽ ട്രംപിന് നേരെ ജനം ഉറക്കെ കൂവി എന്ന വാർത്ത ട്രംപിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും മറ്റും നിഷേധിച്ചു നോക്കി. അത് വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞു. കൂവലല്ല, അത് ആരവമായിരുന്നു എന്ന് വാദിച്ചു നോക്കി. വാദം മുറുകിയപ്പോൾ ഫാക്ട് ചെക്കർ സൈറ്റായ സ്നോപ്സ് അതിൻ്റെ നിജസ്ഥിതി പരിശോധിച്ചു. ശരിക്കും കൂവൽ ഉണ്ടായി എന്നാണ് കണ്ടെത്തിയത്. സ്റ്റേഡിയത്തിലെ കൂവൽ അതോടെ തീർന്നെന്ന് പറയാം. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ പിന്നീട് മീമുകളുടെ പെയ്ത്തായിരുന്നു. കൂട്ടത്തിൽ ചെറിയൊരു റണ്ണിംഗ് കമൻ്ററി കാണുക. Great. Got it. All right. Okay, now we have to leave. Down. Hey, no, we have... Where? Oh my God, where are you going? Where? Oh, jeez. Down, you gotta come. Hello? Oh God, let me go get him. All right. No, we have to. We have to. Come on, we have to leave. We have to. You can't stay here. Yeah, why not? No, you have to leave. This way. Come on. No. We have to leave. Get off the stage. That's it. This way. മറ്റൊന്ന്, അവസാനത്തെ അത്താഴം പെയിന്റിംഗ്. പറ്റിയാൽ ട്രംപ് അതിലും മുഖം കാണിക്കും. ഒരു ലെഗോ മോഡൽ വീഡിയോ മീം ഇങ്ങനെ. Spain is the champion, red and yellow heart of a lion. The cup is theirs, Argentina crying, truth laid bare. And the FIFA bootlicker kissing the throne. Trump in the photo trying to be shown. Infantino pushing, get him out of there. The ridiculous moment, the whole world saw it there. Spain is the champion, red and yellow heart of a lion. ഇതിന് 24 മണിക്കൂർ മുൻപ് നാറ്റോ സമ്മേളനത്തിൽ സ്പെയിനിനെ ചീത്ത വിളിച്ചയാളാണ് ട്രംപ്. അതേ സ്പെയിൻ ജയിച്ചപ്പോൾ ഫോട്ടോയിൽ അദ്ദേഹം കയറിക്കൂടി. അവരുണ്ടോ അത് സമ്മതിക്കുന്നു? അവരാ ഫോട്ടോ വൃത്തിയായി എഡിറ്റ് ചെയ്ത് ട്രംപിനെ അതിൽ നിന്ന് പുറന്തള്ളി. ഇതിൽ ചുവട്ടിലെ ചിത്രം ഒറിജിനൽ, ട്രംപിനെ നീക്കം ചെയ്തതാണ് മുകളിൽ. ഫോട്ടോയിൽ ആര് വേണമെന്നതുപോലെ പ്രധാനമാണ് ആര് വേണ്ട എന്നതും. നമുക്കിനി ഗാർഡിയൻ പത്രം പ്രസിദ്ധപ്പെടുത്തിയ ആ വാർത്താ ചിത്രത്തിലേക്ക് തിരിച്ചു വരാം. ആ ഫോട്ടോക്ക് ആഗോള ശ്രദ്ധ നേടിക്കൊടുത്തത് അതിന് ഗാർഡിയൻ പത്രം നൽകിയ അടിക്കുറിപ്പാണ്. ഏറെ കയ്യടി നേടിയ ആ അടിക്കുറിപ്പ് ഇൻഫന്റിനോ ട്രംപിനോട് എന്താണ് പറയുന്നത് എന്ന് സങ്കല്പിക്കുന്നു. ക്യാപ്ഷൻ ഇങ്ങനെ: ഇൻഫന്റിനോ ട്രംപിന് ശ്രദ്ധാപൂർവം പറഞ്ഞു കൊടുക്കുന്നു, സ്പെയിൻ ടീമിൽ താങ്കൾ അംഗമല്ല കേട്ടോ എന്ന്. ഇനി മൂന്നാമത്തെ ഫുട്ബോൾ ഫോട്ടോ. മെസ്സി ബേബി ലെമീനെ കുളിപ്പിക്കുന്ന ഫോട്ടോ AI നിർമ്മിത കൃത്രിമ ഫോട്ടോ ആണെന്ന് കരുതിയവരുണ്ട്. പക്ഷെ അത് യഥാർത്ഥമാണ്. മറിച്ച്
യഥാർത്ഥ ഫോട്ടോ തന്നെയോ എന്ന് സംശയമേ തോന്നാത്ത ഒരു കൃത്രിമ ദൃശ്യം കാണുക. ബ്രസീലിൻ്റെ പെലെയാണ് ഇതിലെ താരം. Mão de onça, mergulhou na bola, passou reto e se estatelou ali no barro. E o Pelé de cabeça. E ele fez o gol mais lindo que eu já vi até hoje. É surreal. Dá pra sentir a emoção, sabe? É muito louco. Cruzamento na área, Pelé recebe, meia lua em Romero, Clóvis, presta pelado, Pelé encobre mais e obra, feita mão de onça no arco, gol! 1000-ലേറെ അന്താരാഷ്ട്ര ഗോളുകൾ നേടിയിട്ടുള്ള പെലെയുടെ ഏറ്റവും നല്ല ഗോൾ ആയി അംഗീകരിക്കപ്പെട്ട ഒന്നുണ്ട്. വിസ്മയകരമായ അനേകം പ്രകടനങ്ങളിൽ, അത്യുജ്വല നേട്ടങ്ങളിൽ, 1383 മത്സരങ്ങളിലായി അടിച്ച 1279 ഗോളുകളിൽ, സർവകാല അത്ഭുതമെന്ന് കരുതപ്പെടുന്ന താനടിച്ച ഗോളുകളിൽ ഏറ്റവും നല്ലതായി പെലെ തന്നെ കരുതുന്ന ഗോൾ. പക്ഷേ നിർഭാഗ്യവശാൽ വീഡിയോയിൽ പകർത്തപ്പെടാതെ പോയി അത്. അന്നത്തെ മത്സരത്തിൽ നിന്ന് ബാക്കിയുള്ളത് ആ ഹെഡർ ഗോളിൻ്റെ ഈ മങ്ങിയ പടമടക്കം ഏതാനും ഫോട്ടോകൾ. പക്ഷേ പെലെയുടെ കുടുംബവും ഗൂഗിൾ സാങ്കേതിക വിദ്യയും ചേർന്ന് ഇപ്പോഴിതാ മറ്റൊരു അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു. ആ വിസ്മയ ഗോൾ നിർമ്മിത ബുദ്ധിവിദ്യ വഴി അന്ന് നടന്ന പോലെ പുനർനിർമ്മിച്ചിരിക്കുന്നു. Então, quando aos 42 do segundo tempo. A bola estava com o Jair, ele lançou o Durval na ponta direita. O Durval avançou, viu o Pelé, ele estava na meia-lua, grande área. No meio, para o final. Cruzamento na medida, vai entrar na área. Pelé se antecipou ao Romero e deu uma meia-lua nele. Veio o Clóvis, ele chapelou o Clóvis. Fecha pelado, Aí veio o combate do Julinho, deu chapéu no Julinho também. Mão de onça, mergulhou na bola, passou reto e se estatelou ali no barro. E o Pelé de cabeça. E ele fez o gol mais lindo que eu já vi até hoje. ഇത് ഒട്ടും എളുപ്പമായിരുന്നില്ല. നല്ല ഗവേഷണം വേണ്ടി വന്നു. ഫുട്ബോൾ ചരിത്രത്തിൻ്റെ പഴയ ഏടുകൾ പഠിച്ചു. അന്ന് ആ ഗോൾ നേരിട്ട് കണ്ടവർ, പെലെയുടെ കുടുംബക്കാർ, മാധ്യമപ്രവർത്തകർ, മറ്റ് കളിക്കാർ എന്നിവരെയൊക്കെ കണ്ട് വിശദമായി വിവരം ശേഖരിച്ചു. പെലെയുടെ കളി ദൃശ്യങ്ങൾ പകർത്തിയ വീഡിയോകൾ പരിശോധിച്ചു. ആ പന്തടക്കം, മനോഹരമായ പാസുകൾ, കാലുകൊണ്ടും തലകൊണ്ടുമുള്ള ഇന്ദ്രജാലങ്ങൾ. അതിനിടയ്ക്ക് 1959 ഓഗസ്റ്റ് 2 ആ ഒരു ഗോളിനെ പറ്റിയുള്ള അന്നത്തെ വിവരണങ്ങൾ, പത്രങ്ങളിൽ വന്ന 2-3 ഫോട്ടോകൾ. ഗോൾ ദ റുവാ ജവേരി എന്നാണ് ആ ഗോൾ അറിയപ്പെടുന്നത്. റുവാ ജവേരി സ്റ്റേഡിയത്തിലെ ഗോൾ എന്ന്. 2000 രേഖകളും ആൽബങ്ങളും പഠിച്ച ശേഷം ഗൂഗിൾ ഡീപ്പ് മൈൻഡ് എന്ന വിദ്യ ഉപയോഗിച്ചാണ് അത് പുനർനിർമ്മിച്ചത്. AI മോഡലുകളായ ജെമിനായി, ഓംനി, നാനാ ബനാന പ്രോ, വിയോ തുടങ്ങിയവ ഉപയോഗിച്ച് അന്നത്തെ സ്റ്റേഡിയവും അന്തരീക്ഷവും ജേഴ്സിയും തുകൽപന്തും അടക്കമുള്ള കളിക്കാരുടെ എല്ലാ ഭാവങ്ങളും വരെ പുനഃസൃഷ്ടിച്ചു. പന്ത് നിലം തൊടാൻ അനുവദിക്കാതെ പെലെ മെയ് വഴക്കം കൊണ്ട് മാന്ത്രിക നീക്കങ്ങൾ നടത്തി ഒന്നിന് പുറകെ ഒന്നായി 3 എതിരാളികളുടെ തലക്ക് മുകളിലൂടെ സോംബ്രേറോ തട്ടുതട്ടി ഒടുവിലൊരു കൃത്യമായ ഹെഡർ. ഫുട്ബോളിലെ എക്കാലത്തെയും സുന്ദരമായ ഗോളുകളിലൊന്ന്. Pelé se antecipou ao Romero e deu uma meia-lua nele. Veio o Clóvis, ele chapelou o Clóvis. Aí veio o combate do Julinho, deu chapéu no Julinho também. Mão de onça, mergulhou na bola, passou reto e se estatelou ali no barro. E o Pelé de cabeça. E ele fez o gol mais lindo que eu já vi até hoje. ഒന്ന്, ചരിത്രമായി തീർന്ന ഒരു അസോസിയേറ്റഡ് പ്രസ് ഫോട്ടോ. 2, ചരിത്ര ഫോട്ടോയിൽ തള്ളിക്കയറിയതിന് എടുത്തെറിയപ്പെട്ടവർ. പിന്നെ 3, വാർത്താ ദൃശ്യങ്ങളിൽ പെടാതെ നഷ്ടപ്പെട്ടുപോയ ഒരു മനോഹര കാഴ്ചയുടെ വീണ്ടെടുപ്പ്. കളിയല്ല, കാര്യം തന്നെ.
ട്രംപിനെ പോലെ ഇല്ലാത്ത നേട്ടം ക്യാമറയ്ക്ക് മുൻപിൽ ചെന്ന് കൃത്രിമമായി ഉണ്ടാക്കാനാവില്ല. മറിച്ച് നേട്ടം യഥാർത്ഥമെങ്കിലോ നഷ്ടപ്പെട്ടാലും വീണ്ടെടുക്കാനാകും.